ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായില്ലേ ഗായ്സ് നമ്മൾ കണ്ടിട്ട്. ഇവിടെ ആണെങ്കിലും ഭയങ്കരമായിട്ട് മഴ പെയ്ത് കേട്ടോ. ചൂടിന്ന് പെട്ടെന്നൊരു മഴ പെയ്യലായിരുന്നു. ആ മഴ പെയ്യൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അലർജി വന്നിട്ട് ട്രിഗറായിട്ട് എനിക്ക് ശ്വാസം മുട്ട് സ്റ്റാർട്ടായ കേട്ടോ. ശ്വാസം മുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഞാൻ കട്ടിലിൽ നിന്ന് എണീക്കത്തില്ല ഗായ്സ്. കട്ടിലിൽ തന്നെ കിടപ്പായിരുന്നു. ഇന്നലേക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇക്കായാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഒരു 12 മണിയൊക്കെ കിടന്നപ്പോഴത്തേക്ക് ഞാൻ കരുതി ഓക്കെ എണീച്ചിട്ട് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ഒരു ചോറും കറിയും ആക്കാമെന്ന്. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടൊന്നും വെക്കുന്നില്ല, ഒരു കറി ഒരു ചോറും വെക്കാന്നുള്ള പ്ലാനിൽ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറിയായിട്ട് വെക്കുന്നത് വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ മുമ്പ് ഒരു ഷോർട്സിൽ കാണിച്ചില്ലേ, ഇവിടെ ഒരു ഉണ്ട ലോക്കി കിട്ടും. ആ ലോക്കി വെച്ചിട്ട് ഒരു മോര് കറിയും പിന്നെ ചോറും വെക്കാം, അത്രയാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ തേങ്ങ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. തിരുകാനൊന്നും വയ്യാത്തത് കൊണ്ട് ഇതുപോലെ കുത്തി ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതൊരു മണ്ടൻ തീരുമാനമാണെന്ന് പിന്നെ മനസ്സിലായി കേട്ടോ. കാരണം തിരുകുന്നതിനേക്കാൾ ബലം കൊടുക്കേണ്ടി ഒന്ന് അത് ഇളക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പൾസടിച്ച് തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജീരകവും ചേർക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ചായി ജീരകം വാങ്ങിയിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ, നല്ല മണത്തിന് ഇരിപ്പുണ്ട് ഏട്ടാ. നമുക്കതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. പകരം ഞാൻ ഇതിലേക്ക് എന്താ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ തൈരാണ്. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അമുലിൻ്റെ തൈരാണ് യൂസ് ചെയ്യുന്നത്. ഈ അമുലിൻ്റെ തൈര് വന്നിട്ട് കുറച്ച് പുളിപ്പ് കുറവാണ്, ഒരു ക്രീമി സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് ഹോൾ ഇപ്പുറത്തെ വശത്തായിരുന്നു ഗൈസ്. എല്ലാം കിളി പറഞ്ഞിരിക്കുകയാണ്. കാരണം വയ്യാതിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഫുള്ള് മൈൻഡൊന്നും ഇവിടെയല്ല. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളില്ലേ, വെള്ളവും ഉപ്പും ചേർത്ത് വെച്ചേക്കുന്നതാണ്, അതിങ്ങനെ തിളച്ച് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കിച്ചണിൽ കയറി ഇനി ഒരു വെണ്ടയ്ക്ക തോരനും കൂടെ ഉണ്ടാക്കാമെന്ന്. ഞാൻ സാധാരണ വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ വിഴിക്കില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ തോരൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊരു തോരൻ തന്നെ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ മണ്ടും മൂടും ഒക്കെ വെട്ടിക്കളയാണ്. ഇത്രയും വെണ്ടയ്ക്ക എവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം റേഷൻ കിട്ടിയത് വന്നിട്ട് വെണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വെണ്ടയ്ക്ക കുറച്ചിങ്ങനെ കുഴ ആയിരിക്കൂലേ, അതാണ് ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ വേറിട്ടിങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ഇരിക്കുന്ന വെണ്ടയ്ക്ക ഇത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ആ ലോക്കി വേവിക്കാൻ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഉപ്പ് കുറഞ്ഞു കാണുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ സൈഡ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും, കാരണം ഓൾറെഡി തൈര് ചേർത്തതല്ലേ. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി വറവും കൂടെ റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഉലുവയും എല്ലാം കൂടെ ചേർത്ത വറവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ലോക്കിയുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ മണമൊന്നും പുറത്തു പോകത്തില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഞാൻ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മോര് കറി വെച്ച ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ വെക്കാനായിട്ട് ഞാനിങ്ങനെ പാൻ എടുക്കുകയാണേ. പാൻ എടുത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഓൾറെഡി നേരത്തെ തേങ്ങ ഇളക്കിയപ്പോഴത്തേക്ക് ബാക്കി തേങ്ങയും കൂടെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ആ റിവേഴ്സ് പൾസ് ബട്ടണില്ലേ, അതിലിങ്ങനെ ക്രിക്രാക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാൻ നമ്മുടെ ഈ ജീരകമൊക്കെ ചേർക്കുന്ന തോരൻ ഐറ്റംസ് ഇല്ലേ, അത് തേങ്ങയിൽ ഞാൻ ആ ജീരകം അരയ്ക്കാൻ നിൽക്കത്തില്ല കേട്ടോ. ഇതുപോലെ ഈ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് കടുകിൻ്റെ കൂട്ടത്തിൽ ആ ജീരകവും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ ജീരകം അങ്ങനെ അരച്ച് മീൻസ് തേങ്ങയിൽ അരച്ച് അങ്ങനെയുള്ള തോരൻ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ജീരകവും കടുകൊക്കെ പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും ആഡംബരമായ സ്ഥിതിക്ക് ഇനി കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ പിരിയൻ മുളകില്ലേ, അത് ഞാൻ എടുത്തു വെച്ചത് അത് ഒരെണ്ണ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എരിവ് അധികമായാൽ ഇക്കാക്കും ഇഷ്ടമല്ല, കമ്മൂനും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു പിരിയമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചിട്ടിട്ട് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ. അപ്പോൾ നമ്മുടെ മുഴുവൻ വെണ്ടയ്ക്കയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്.
ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങനെ കുഴഞ്ഞു പോവേണ്ട സെപ്പറേറ്റ് വെണ്ടയ്ക്ക ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക് കുറച്ച് വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഇക്കാക്കും ഇഷുക്കുട്ടിക്കും ഒന്നും അങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ വെണ്ടയ്ക്ക നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പാനൊക്കെ അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണേ. എനിക്ക് എത്ര വയ്യാണ്ടായാലും കിച്ചൺ ഇങ്ങനെ മെസ്സിയായിട്ട് കിടന്നാൽ എനിക്കൊരു കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നല്ല അടിപൊളി സെറ്റായിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഒരു ശ്വാസമുട്ടിൻ്റെ സ്റ്റാർട്ട് പോലെ തോന്നി. അങ്ങനെ ഞാൻ പോയി നേരെ ആവി പിടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു 15 വയസ്സായപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഈ ശ്വാസമുട്ട് വരുന്നത്. ഇത് ആസ്മയുടെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആവി പിടിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു റിലാക്സേഷൻ ആവും കേട്ടോ. ഇതിൻ്റെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ശ്വാസമുട്ട് ഫീൽ ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ആവി കയറി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ വെണ്ടയ്ക്കയിലും എല്ലാത്തിലും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, ഒരു ചെറിയൊരു കുഴഞ്ഞ പരുവത്തിനാണ് നമുക്ക് ആ ഒരു വെണ്ടയ്ക്ക തോരൻ കിട്ടിയേക്കുന്നത്. ഇങ്ങനെ കുഴയുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു വലുതായിട്ട് വെണ്ടയ്ക്ക അരിയുക, പിന്നെ ഉപ്പ് വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മട്ട റൈസ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൊരിയാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഷുക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇഷുക്കുട്ടീനൊന്ന് കുറച്ച് മുമ്പോട്ടാണ് സ്കൂൾ ബസ് നിർത്തിയത്. അങ്ങനെ ഞാൻ കുറച്ച് മുമ്പോട്ട് നിർത്തിയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷുക്കുട്ടി ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടെ ഓപ്പോസിറ്റ് ഒരു മലയാളി ഫാമിലി വന്നിട്ടുണ്ട്. ആ മോളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇഷുക്കുട്ടി ഞാൻ ഇറങ്ങി വരാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ താഴോട്ട് സ്റ്റെപ്പിൻ്റെ അവിടം വരെ പോയി നിന്ന് ഇഷുക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നേ കേട്ടോ. എന്നിട്ട് ഇഷുക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കയറി നമ്മുടെ മോരുകറിയും ചോറൊക്കെ ഒന്ന് സെർവ് ചെയ്യണം. അതുകൊണ്ട് മോരുകറി ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷുക്കുട്ടിക്ക് ആവശ്യത്തിന് ചോറും നമ്മുടെ ലോക്കിയുടെ മോരുകറിയും പിന്നെ വെണ്ടയ്ക്ക വിഴുക്കൊക്കെ എടുക്കുകയാണ്. ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ, ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷുക്കുട്ടിൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരെ അവൾക്ക് പോയി ചോറ് വാരി കൊടുക്കുകയാണ്. ആ സമയത്ത് ഇഷുക്കുട്ടി പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തലയൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വന്നിരിപ്പുണ്ട്. അപ്പോൾ അവൾക്ക് ആവശ്യത്തിന് ചോറ് വാരി കൊടുക്കുകയാണേ. അവൾക്കാണെങ്കിൽ TV കാണുകയാണെങ്കിൽ ഇനി ലോകം ഇടിഞ്ഞ് വീഴണമെങ്കിലും വായിൽ വെക്കുന്ന സാധനം എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അവൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയുടെ തോരനൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയതാണ്, കൊള്ളാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 3ഉം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അല്ലാതെ അവളുടെ ഇഷ്ടത്തിന് വല്ലതും മിക്സ് ചെയ്താൽ പിന്നെ ഈ ചോറ് മാറ്റിയിട്ട് വേറെ ചോറിടേണ്ടി വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. വയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്, എനിക്കാണെങ്കിൽ കഴിക്കാൻ വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മരുന്നും ഗുളിയൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഓക്കെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണേ. നമ്മുടെ ആ മോരുകറിയും വെണ്ടയ്ക്ക തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഇന്ന് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഓൾറെഡി മൈഗ്രെയിനും കൂടെ ട്രിഗറായിട്ട് തലവേദനയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ തലവേദനയും ശ്വാസം മുട്ടും ആകെ ഒരു സുഖമില്ലായ്മയുടെ പീക്ക് ലെവലാണ് ഞാൻ നിൽക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വെള്ളം കുടിക്കാനാണ് തോന്നുന്നത്, ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. ഞാൻ പൊതുവേ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്ന ആളല്ല. പക്ഷേ ഇന്ന് വന്നിട്ട് എനിക്ക് ചോറ് കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇക്കായും കൂടെ വരാത്തത് കൊണ്ട് തീരെ താല്പര്യമില്ലാതെ ഇരുന്നാൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചതേ. ഫുഡ് കഴിച്ച ഉടനെ ഞാൻ പോയി കിടന്നൊരു ഉറക്കം അങ്ങ് പാസ്സാക്കി കഴിച്ചു. ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്ന് നാട്ടിൽ നിന്ന് ചെറുത്താതായ മാമിയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെയൊക്കെ കുറച്ച് കത്തിയൊക്കെ വെച്ചതിന് ശേഷം സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കുകയാണേ. ചായയോടെ ഇന്ന് കഴിക്കാൻ എടുത്തേക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നാങ്കട്ടയാണ്. അങ്ങനെ നാങ്കട്ട ആക്ച്വലി ഇത് മധുരമാണ്, കൂടുതൽ ഇഷുക്കുട്ടിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരെണ്ണം കഴിക്കാമെന്നുള്ള ഒരു നമുക്ക് ഈ ശ്വാസം മുട്ട് വരുമ്പോഴത്തേക്കും മധുരം കഴിക്കാനൊക്കെ ഒരു ക്രേവിങ്സ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു കട്ട കുറച്ചൊന്ന് എടുത്ത് കടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചായയും കുടിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.